ഇല്ല, അതിനകത്ത് ചർച്ചയുടെ പ്രശ്നമില്ല. നമുക്ക് നിയമപരമായി കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നിലവിലുള്ള നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള റെഗുലേഷൻ അനുസരിച്ച് 2 പേരെയാണ് അവിടെ കഴകക്കാരായി നിയമിക്കേണ്ടത്. അതിലൊന്ന് പാരമ്പര്യത്തിലാർജിച്ച തന്ത്രിമാരുടെ ഭാഗത്ത് നിർദ്ദേശിക്കപ്പെടുന്ന ഒരാളിനെ നിയമിക്കാനും, രണ്ടാമത്തത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ടെസ്റ്റും ഇന്റർവ്യൂ നടത്തി അവർ സെലക്ട് ചെയ്ത് തരുന്ന ലിസ്റ്റിൽ നിന്ന് ഒരാളെ നിയമിക്കാനുമാണ് ആ റെഗുലേഷനിൽ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുമ്പ് ബാലുവിനെ നിയമിച്ചത്. ആ പ്രശ്നത്തിലായിരുന്നു അന്ന് തന്ത്രിമാർ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനെ തുടർന്ന് താൽക്കാലികമായി അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ OA ആക്കി മാറ്റി അദ്ദേഹത്തെ ഓഫീസിൽ നിയോഗിക്കുകയും പ്രശ്നമായി വരികയും ചെയ്തു. ആ വിഷയം വന്നപ്പോൾ ഗവൺമെൻറ് എടുത്ത നിലപാട് ഞാൻ നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഗവൺമെൻറ് വളരെ വ്യക്തമായ നിലപാടിൽ പറഞ്ഞു, അവിടെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ടെസ്റ്റ് ഇൻ്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ നിയോഗിച്ച സംവരണ തത്വം പാലിച്ചുകൊണ്ട് നിയോഗിച്ച OBC വിഭാഗത്തിൽപ്പെടുന്ന ബാലുവിനെ അപ്പോയിൻറ്റ് ചെയ്ത് അവിടെ തന്നെ ജോലി ചെയ്യണം എന്ന് തന്നെയാണ് ഗവൺമെൻറ് അഭിപ്രായം. അങ്ങനെ മാറ്റിക്കൊടുത്തത് ശരിയായില്ല എന്നുള്ള കാര്യവും അതിന് അവരുടെ ഭാഗത്തു നിന്ന് വിശദീകരണം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് ബാലു അവധി എടുത്തു പോയിരുന്നു. പിന്നീട് ബാലു അവിടെ ജോലിക്ക് പ്രവേശിക്കണം എന്നുള്ള കാര്യം ബോർഡ് കൂടി നിർദ്ദേശിക്കുകയും ഗവൺമെൻറ് നിർദ്ദേശങ്ങളനുസരിച്ച് ബാലുവിന് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം അവിടെ വന്ന് കൊടുത്ത ഒരു കത്ത്, തനിക്ക് ഓഫീസ് ജോലിയാണെങ്കിൽ മതി, കഴകം ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നു, അതനുസരിച്ച് ഞാൻ അവിടെ അപേക്ഷ കൊടുത്ത് ക്ലർക്കൽ ജോലിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാണ് അവിടുന്ന് പോയത് എന്ന് അറിയിച്ചു. അതിനുശേഷം മന്ത്രി ഓഫീസും ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ജോലിക്ക് കയറണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ആ കാര്യത്തിൽ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചില്ല. അദ്ദേഹം നേരെ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുതിയ അപേക്ഷ ക്ഷണിച്ചപ്പോൾ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് പുതിയ അപേക്ഷ കൊടുത്തിട്ട് അതിലേക്ക് മാറുകയാണ്. അപ്പോൾ രാജിക്കത്തും കൊടുത്തു. രാജിക്കത്ത് ബോർഡ് കൂടി സ്വീകരിച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായി ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അടുത്ത കാൻഡിഡേറ്റ് ആരോ അവർക്ക് തന്നെ എന്നുവെച്ചാൽ സംവരണത്തിൽ വരേണ്ട പോസ്റ്റായതുകൊണ്ട് അതേ കാറ്റഗറിയിൽ തന്നെ പെടുത്തിയിട്ട് അതേ സംവരണത്തിൽ നിൽക്കുന്ന ആളിനെ തന്നെയാണ് ഇപ്പോൾ രണ്ടാമത് അഡ്വൈസ് മെമ്മോ കൊടുത്തിരിക്കുന്നത്. ആ അഡ്വൈസ് മെമ്മോയ്ക്ക് കിട്ടി. ഇനി അത് ജോയിൻ ചെയ്യേണ്ടത് പുതിയ അഡ്വൈസ് മെമ്മോ കിട്ടിയ കാൻഡിഡേറ്റിൻ്റെ ചുമതലയാണ്. അദ്ദേഹം വരുമല്ലോ നോക്കാം. ഏതായിരുന്നാലും മറ്റ് കാര്യത്തിൽ ഒന്നും തർക്കമില്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം വ്യക്തമായ നിലപാടാണ്. വ്യവസ്ഥാപിതമായി നിയമപരമായി അവിടെ നടക്കേണ്ട കാര്യങ്ങൾ ആ രൂപത്തിൽ തന്നെ നടക്കണം. അതിനകത്ത് വേറെ ഐക്യത്തിൻ്റെയോ വിവേചനത്തിൻ്റെയോ ഒന്നും പ്രശ്നമില്ല. ഇപ്പോൾ രണ്ടാമതായി അഡ്വൈസ് മെമ്മോ കൊടുത്തയാൾ ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. ചെയ്യുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം അത് ജോയിൻ ചെയ്യാൻ വന്ന എല്ലാ സംരക്ഷണവും കൊടുത്ത് അവിടെ ജോലി ചെയ്യും. ഇതാണ് ഗവൺമെൻറ് നിലപാട്.